ബെഞ്ചമിൻ നെതന്യാഹു കൊല്ലപ്പെട്ടു എന്ന വാർത്ത കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ സോഷ്യൽ മീഡിയയിലൊക്കെ വ്യാപകമായിട്ട് പ്രചരിക്കുന്നുണ്ട്. ചില അറബ് മീഡിയകളൊക്കെയാണ് ഇതിന് തുടക്കം കുറിച്ചത്. അത് നമ്മുടെ കേരളത്തിലൊക്കെ എത്തി. യഥാർത്ഥത്തിൽ എന്താണ് വാസ്തവം? ഇത്തരത്തിലുള്ളൊരു എന്തെങ്കിലും തരത്തിലുള്ള അപകടം ഇദ്ദേഹത്തിന് സംഭവിച്ചോ എന്ന് ആളുകൾക്ക് അറിയാൻ താല്പര്യമുണ്ട്. ഇപ്പോഴും അതിനൊരു വ്യക്തത ഇല്ലെന്ന് തോന്നുന്നു. മറ്റൊന്നെന്ന് പറയുന്നത്, ഇറാനിലെ പുതിയ ഭരണാധികാരി ആയത്തുള്ള അലി ഖമേനിയുടെ മകൻ മുജ്തബ ഖമേനി, അദ്ദേഹം തീവ്ര പരിചരണ വിഭാഗത്തിലാണ്. ആരോഗ്യം വലിയ അപകടത്തിൽ പോയിക്കൊണ്ടിരിക്കുന്നു, കോമയിലാണെന്നും നമുക്കറിയാൻ കഴിയുന്നു. ഇതിൻ്റെ രണ്ടിൻ്റെയും വാസ്തവങ്ങൾ എന്തൊക്കെയാണ്? കഴിഞ്ഞ ദിവസങ്ങളായിട്ട് ആദ്യം ബെഞ്ചമിൻ നെതന്യാഹു കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്ത പ്രചരിപ്പിച്ചത് ഇറാന്റെ ഔദ്യോഗിക മാധ്യമങ്ങളാണെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. അവര് ചില യുക്തികളൊക്കെ അതിനു വേണ്ടി കണ്ടെത്തിയിരുന്നു. അല്ല, വെറുതെ അങ്ങ് പറയുകയല്ല ചെയ്തത്. അപ്പൊ നമ്മളൊരു കാര്യം പറഞ്ഞാൽ അതിനെ സാധൂകരിക്കാനായിട്ട് ചില തെളിവുകൾ കൊണ്ടുവരണമല്ലോ. അപ്പൊ അങ്ങനെ തെളിവുകൾ കൊണ്ടുവന്നിട്ട് ആ രീതിയിലാണ് അവരത് പ്രൊജക്റ്റ് ചെയ്തത്. അതുപോലെ തന്നെ മുസ്താബ മരിച്ചു എന്ന് ആദ്യം വാർത്ത വന്നു. പിന്നീട് മുസ്താബയുടെ ഒരു കാല് പോയി, ലിവർ പോയി, അങ്ങനെയൊക്കെയുള്ള വാർത്തകൾ വന്നു. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പറയുന്നത് കോമയിലാണെന്നാണ്. പക്ഷെ ഇത് രണ്ടിലും, ഈ രണ്ട് വാർത്തകൾ, പ്രത്യേകിച്ച് ബെഞ്ചമിൻ നെതന്യാഹു കൊല്ലപ്പെട്ടിട്ടൊന്നുമില്ല. ബെഞ്ചമിൻ നെതന്യാഹു മാത്രമല്ല, അദ്ദേഹത്തിന്റെ സഹോദരനും കൊല്ലപ്പെട്ടു. അദ്ദേഹത്തിന്റെ സഹോദരൻ ഒരു ഹൈലി ഡെക്കറേറ്റഡ് മിലിറ്ററി ഓഫീസറാണ്. അതായത് ഒരുപാട് ബഹുമതികളൊക്കെ അച്ചീവ് ചെയ്തിട്ടുള്ള, ഒരുപാട് യുദ്ധങ്ങളിൽ നേരിട്ട് പങ്കെടുത്തിട്ടുള്ള ഒരു ഓഫീസറാണ് അദ്ദേഹത്തിന്റെ സഹോദരൻ. അവർക്ക് രണ്ടുപേർക്കും കുഴപ്പമൊന്നുമില്ല എന്നുള്ളത് തന്നെയാണ് വസ്തുത. ഇനിയും അതിനു മുമ്പായിട്ട് എന്തൊക്കെ ന്യായങ്ങളാണ് ഇദ്ദേഹം ബെഞ്ചമിൻ നെതന്യാഹു എന്ന് പ്രചരിപ്പിച്ചവർ പറഞ്ഞിരുന്നത്? അവർ പറഞ്ഞിരുന്നത് മാർച്ച് 10-ാം തീയതിക്ക് ശേഷം, അന്ന് ആണ് ബെഞ്ചമിൻ നെതന്യാഹു അവസാനമായിട്ടൊരു പൊതുപരിപാടിയിൽ പങ്കെടുക്കുന്നത്. അതായത് നാഷണൽ ഹെൽത്ത് ഓപ്പറേഷൻ സെന്റർ അദ്ദേഹം സന്ദർശിച്ചിരുന്നു. അതിന്റെ വീഡിയോ ഫുട്ടേജ് ഒക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം പിന്നീട് അദ്ദേഹം പൊതു സന്ദർശനങ്ങളെല്ലാം ഒഴിവാക്കി. അതൊരു ഭാഗത്ത്. ഇനി വേറൊരു കാര്യം, അമേരിക്കയുടെ മിഡിൽ ഈസ്റ്റിലോട്ടുള്ള ഈ റെപ്രസെൻറ്റേറ്റീവും ഇറാനും ഇസ്രായേലും തമ്മിലുള്ള ചർച്ച, അമേരിക്കയും ഇസ്രായേലും ഇറാനും തമ്മിലുള്ള ചർച്ചകൾക്ക് മധ്യസ്ഥം വഹിക്കുന്ന പ്രസിഡന്റ് ട്രംപിന്റെ മകളുടെ ഭർത്താവ് ജാരഡ് കുഷ്ണർ ഈ കഴിഞ്ഞ ദിവസം 14-ന് ടെലവീവിൽ എത്തേണ്ടതായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന്റെ സന്ദർശനം മാറ്റിവെച്ചു. അപ്പോൾ ആ മാറ്റിവെച്ചതിന്റെ കാരണമായിട്ട് ഇറാൻ പറയുന്നത് ബെഞ്ചമിൻ നെതന്യാഹു കൊല്ലപ്പെട്ടു, അപ്പോൾ പിന്നെ ഇനിയും വന്നിട്ട് കാര്യമില്ലല്ലോ, ഇനിയും പുതിയ നേതാവ് വരട്ടെ എന്നുള്ള രീതിയിലായിരിക്കാം എന്നുള്ളതാണ്. പക്ഷെ ഇതെല്ലാം തികച്ചും കള്ളമാണ്. ഇന്ന് രാവിലെ ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ പുതിയ പ്രസ്താവനകളും മറ്റു കാര്യങ്ങളും ഒക്കെ വന്നിട്ടുണ്ട്. അദ്ദേഹം കൊല്ലപ്പെട്ടിട്ടൊന്നുമില്ല. ഇറാൻ ഇപ്പോൾ പതുക്കെ ആ ഒരു പ്രചരണത്തിൽ നിന്ന് പിന്മാറിയെന്നാണ്. അതുപോലെ തന്നെ ഒരു പ്രചരണമാണ് മുസ്താബ കോമയിലാണെന്നുള്ളത്. ഒരുപക്ഷെ ആയത്തുള്ള അലി ഖമനി കൊല്ലപ്പെട്ട ആക്രമണത്തിൽ മുസ്താബയ്ക്ക് പരിക്കേറ്റിരിക്കാൻ സാധ്യതയുണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. പക്ഷെ അങ്ങനെ ഈ പറയുന്ന, നമ്മൾ മാധ്യമങ്ങൾ പലതിലും കാണുന്ന, അല്ലെങ്കിൽ സമൂഹ മാധ്യമങ്ങളിൽ കാണുന്ന ഊഹാപോഹമായിട്ടുള്ള ഈ അദ്ദേഹം കോമയിലാണ് എന്നൊക്കെ ഉള്ളത്, അത് ശുദ്ധ അസംബന്ധമാണെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം സൂചിപ്പിക്കുന്നത്. മാത്രമല്ല, എനിക്ക് തോന്നുന്നു ഇന്നലെ പ്രസിഡന്റ് ട്രംപ് പറഞ്ഞു, ഏതെങ്കിലുമൊക്കെ രൂപത്തിൽ മുസ്താബ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടെന്ന് പറഞ്ഞു. അദ്ദേഹത്തിന് മാത്രവുമല്ല, അദ്ദേഹം അങ്ങനെ ഈ ബോധം കെട്ടിരിക്കുകയാണെന്നുള്ള ഒരു പ്രസ്താവന, ബോധം കെട്ട് കിടക്കുകയാണെന്നുള്ള, കോമയിലാണെന്ന് ICUവിൽ കിടക്കുകയാണെന്നുള്ള പ്രസ്താവന ട്രംപ് നടത്തിയില്ല. അപ്പോൾ ഈ രണ്ട് ഊഹാപോഹങ്ങളും ഞാൻ മനസ്സിലാക്കുന്നത്, അത് ഒരു സൈക്കോളജിക്കൽ വാർഫെയർ, മനഃശാസ്ത്രപരമായ യുദ്ധം, അതുപോലെ തന്നെ പെർസെപ്ഷൻ വാർ, ഇതൊക്കെ ഈ യുദ്ധത്തിനോടനുബന്ധിച്ച് അതിനപ്പുറം യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട പ്രൊപ്പഗൻഡ വളരെ കൃത്യമായിട്ട് നടക്കും. ഈ പ്രൊപ്പഗൻഡയാണ് ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന രണ്ട് വാർത്തകളും എന്നാണ് ഞാൻ കരുതുന്നത്. എതിരാളിയുടെ മനോവീര്യം തകർക്കുക, അതുപോലെ സ്വന്തം സൈനികരുടെ മനോവീര്യം വർദ്ധിപ്പിക്കുക, ഇതാണ് ഈ പ്രൊപ്പഗൻഡ വാറിന്റെ മുഖ്യമായ. അത് ശരിക്കും പറഞ്ഞാൽ എതിരാളിക്ക് മനോവീര്യം തകർന്നില്ലെങ്കിലും
കൂടെ നിൽക്കുന്ന അനുയായികളുടെയും സൈനികരുടെയും മനോവീര്യവും എപ്പോഴും ഉയർത്തു നിർത്തണം. അല്ലെങ്കിൽ അവർ ചിലപ്പം ഈ ഇത് വിട്ടിട്ട് എതിരാളികളുടെ കൂടെ ചേരും. ഇപ്പൊ ബെഞ്ചമിൻ നെതന്യാഹു കൊല്ലപ്പെട്ടു എന്ന് ഇറാൻ മീഡിയ പ്രചരിപ്പിച്ചത് സ്വാഭാവികമായിട്ടും അങ്ങനെ കൊല്ലപ്പെട്ടു എന്ന് വന്നു കഴിഞ്ഞാൽ ഇറാന്റെ സൈനികർക്ക് അത് വലിയൊരു ആവേശമായിരിക്കും, അത് വലിയൊരു ഊർജമായിരിക്കും. വർദ്ധിത വീര്യത്തോടെ പോരാടാൻ വേണ്ടിയിട്ട് ഇറാൻ സേന അവിടെ തയ്യാറാണ്. അവർ യുദ്ധം തോറ്റുകൊണ്ടിരിക്കുകയാണെങ്കിലും യുദ്ധത്തിൽ ജയിക്കുന്നു എന്നുള്ള ഒരു പ്രതീതി അവിടെ നിലനിർത്തും. തിരിച്ച് അപ്പുറത്ത് മൊജ്താബ ഗുരുതരമായി പരിക്കേറ്റെന്നും അതുപോലെ അയാൾ ICUവിലാണെന്നും ഉള്ള വാർത്ത വന്നാൽ സ്വാഭാവികമായിട്ടും ഇസ്രായേലിനെയും അമേരിക്കയും അവരെ അനുകൂലിക്കുന്ന ആൾക്കാർക്കും അത് വലിയൊരു ആത്മവിശ്വാസ വർധനവിന് കാരണമാകും. കാരണം ഒരു പരമോന്നത നേതാവിനെ കൊന്നു, അതിനുശേഷം വീണ്ടും അടുത്ത ആള് കൊല്ലപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നത് അത് വലിയൊരു നേട്ടമാണ്. പക്ഷെ ഇത് രണ്ടും യഥാർത്ഥത്തിൽ സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന വിവരം. ഇനി വരാനിരിക്കുന്ന ദിവസങ്ങളിൽ നമ്മളിപ്പം പലപ്പോഴും കാണുന്നുണ്ട് പല കപ്പലുകൾ ആക്രമിച്ച്. ഇടയ്ക്ക് ആദ്യം നമ്മളൊരു വാർത്ത ശ്രദ്ധിച്ചു, അമേരിക്കയുടെ വിമാനവാഹിനി കപ്പൽ ഇറാൻ ആക്രമിച്ച് മുക്കിക്കളഞ്ഞു എന്ന്. അങ്ങനെ ഒരു വിമാനവാഹിനി കപ്പൽ എന്ന് പറഞ്ഞ ഒരു 3000-ലധികം സൈനികരൊക്കെ കാണും, സൈനികർ എന്ന് പറഞ്ഞാൽ നാവികരെ. അപ്പൊ സ്വാഭാവികമായിട്ടും ഇത്രയധികം ആൾക്കാരൊക്കെ കൊല്ലപ്പെട്ട ഒരു വിമാനവാഹിനി കപ്പല് അമേരിക്കയ്ക്ക് അവിടെ നഷ്ടപ്പെട്ടാൽ ഞാൻ വിചാരിക്കുന്നത് അതോടുകൂടി യുദ്ധത്തിന്റെ ഗതിവിഗതികൾ മാറും എന്ന് തന്നെയാണ്. കാരണം അമേരിക്ക പിന്നീട് ഇറാനിൽ നിന്നും അവിടെ ഡിപ്ലോയ് ചെയ്തിരിക്കുന്ന നിയോഗിച്ചിരിക്കുന്ന പല കപ്പലുകളെയും ഇറാനിൽ നിന്നും വളരെ ദൂരത്തേക്ക് മാറ്റും. ഇത് ഇറാനെതിരായിട്ടുള്ള ആക്രമണത്തിന്റെ ശക്തി കുറയും. മാത്രമല്ല മനഃശാസ്ത്രപരമായിട്ടൊരു വിമാനവാഹിനി കപ്പൽ എന്ന് പറഞ്ഞാൽ എത്ര ബില്യൺ ഡോളറാണ് അതിനുവേണ്ടി ചെലവാക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ആക്രമണം നടന്നു എന്നൊരു വാർത്ത പ്രചരിപ്പിക്കുന്നത് പോലും അത് പലപ്പോഴും അമേരിക്കൻ സൈനികരുടെ മനോവീര്യം കെടുത്താൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതേ രീതിയിലുള്ള ആക്രമണങ്ങളാണ് സിവിലിയൻ കേന്ദ്രങ്ങൾക്കെതിരെ നടത്തുന്നത്. ഇപ്പം നിങ്ങൾ നോക്കിയാൽ കാണാം, ഈ ദുബായ് എയർപോർട്ടിനെതിരെ നടക്കുന്ന ആക്രമണം യഥാർത്ഥത്തിൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഇറാനെ നിലനിൽക്കാൻ സഹായിക്കുന്ന രാജ്യമാണ് UAE. നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യമാണത്. അതായത് ഇറാന്റെ രണ്ടാമത്തെ വലിയ ട്രേഡിംഗ് പാർട്ട്ണറാണ് UAE. അമേരിക്ക പലപ്പോഴും ഇറാനെതിരെ ഉപരോധം നടക്കുമ്പോൾ ഇറാൻ പല സാധനങ്ങളും പുറം ലോകത്തേക്ക് വിൽക്കുന്നത് ഈ UAE-യിൽ സാധനം എത്തിച്ചിട്ടാണ്. അതാണ് അതിൻ്റെ എന്നിട്ട് അവിടുന്ന് അത് എക്സ്പോർട്ട് ചെയ്യും, അല്ലെങ്കിൽ UAE-യിൽ ചെന്നിട്ട് പല സാധനങ്ങളും വാങ്ങിച്ചുകൊണ്ട് വരും. ഇതൊക്കെ തന്നെ അമേരിക്ക പലപ്പോഴും കണ്ണടയ്ക്കുമായിരുന്നു. അങ്ങനെ ഒരു സൗകര്യം ചെയ്തു കൊടുത്ത UAE, പ്രത്യേകിച്ച് ദുബൈയെ ഇറാൻ ഇപ്പം ലക്ഷ്യം വെക്കുകയാണ്. അപ്പോൾ അത് കാണിക്കുന്നത് ഇറാൻ എന്ത് നെറികേടും കാണിക്കും എന്നുകൂടിയാണ്. നമുക്കത് മറക്കാം. നമ്മൾ ഇപ്പം ഇറാന്റെ പരമാധികാര രാഷ്ട്രമായ ഇറാനെ അമേരിക്ക ആക്രമിക്കുന്നു എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ നമ്മൾ മറന്നു പോകുന്ന ഒരു കാര്യം, ഇറാനെ ഏറ്റവും അധികം സഹായിച്ച ഒരു രാജ്യമായ UAE-യെ ഒരു ദാക്ഷിണ്യവുമില്ലാതെ ഒട്ടും ഒരു വിവേചനം കാണിക്കാതെ അവിടുത്തെ ജനകേന്ദ്രങ്ങളെയും അതുപോലെ തന്നെ നോൺ മിലിറ്ററി അസറ്റുകളെയും ഒക്കെ ഇറാൻ ആക്രമിക്കുന്നു എന്നുള്ളതാണ്. ആ ആക്രമണം അതിനും ഒരു സൈക്കോളജിക്കൽ വാർഫെയറിന്റെ ഭാഗമാണ്. അതായത് UAE-യെ സംബന്ധിച്ചിടത്തോളം അവരുടെ ബിസിനസ് കേന്ദ്രങ്ങൾ മുഴുവൻ തകരാൻ പോകുന്നു എന്നൊരു പരിഭ്രാന്തി ജനങ്ങളുടെ ഇടയിൽ സൃഷ്ടിക്കുക. കുടിവെള്ള കേന്ദ്രങ്ങൾ ആക്രമിക്കുമ്പോൾ ഇനിയും നമുക്ക് വെള്ളം കിട്ടാതെ വരും എന്നുള്ള ഒരു ഭയം ജനത്തിനിടയിൽ സൃഷ്ടിക്കുക. അങ്ങനെ സമൂഹത്തെ പരിഭ്രാന്തമാക്കുക. ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് തന്ത്രങ്ങൾ യുദ്ധങ്ങളിൽ അവിടെ പയറ്റുകയാണ്. ഈ ഒരു തന്ത്രത്തിന്റെ ഭാഗം തന്നെയാണ് ഖമനിയുടെ മരണം സംബന്ധിച്ചിട്ടുള്ള ഊഹാപോഹവും, അതുപോലെ മുസ്താബ യുടെ മരണം സംബന്ധിച്ചിട്ടുള്ള, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കോമയിലാണെന്ന് പറയുന്ന ഒരു ഊഹാപോഹവും ഒക്കെ തന്നെ പുറത്തു വന്നിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ ഇത് ഒരുപാട് വാർത്തകൾ, ശരിക്കും പറഞ്ഞാൽ വിശ്വസനീയമായ ചാനലുകളും ഒക്കെ തന്നെ ഇത്തരം വാർത്തകളുമായിട്ട് രംഗത്ത് വരും. ഈ ദൗർഭാഗ്യവശാൽ ഇത് കേരളത്തിൽ വളരെയധികം ഇത്തരം വാർത്തകൾക്ക് പെട്ടെന്ന് ട്രാക്ഷൻ കിട്ടും. അതായത് ചിലരൊക്കെ ആഗ്രഹിക്കുന്ന വാർത്തകളുണ്ട്. ഇപ്പൊ ഇറാൻ അമേരിക്കയെ തോൽപ്പിക്കാനുള്ള സാഹചര്യം ഇല്ലെങ്കിലും ഇറാൻ അമേരിക്കയുടെ ഒരു വിമാനവാഹിനി കപ്പൽ മുക്കിക്കളയണം എന്ന് മനസ്സിൽ വളരെയധികം ആഗ്രഹിക്കുന്ന ചില ആൾക്കാരുണ്ട്.
അവര് നിലവിലെ സ്വന്തമായിട്ട് വാർത്ത ചോദിച്ചോളൂ. നിലവിലെ ഒരു അവസ്ഥയിൽ ഈ ആർക്കാണ് മുൻതൂക്കം ഈ യുദ്ധത്തിൽ ഇപ്പോൾ? അല്ല, നിലവിലുള്ള അവസ്ഥയിൽ വ്യോമ, അതായത് ഇറാന്റെ എയർ സ്പേസിന് മുകളിൽ അമേരിക്കയുടെ ആധിപത്യം. കാരണം ഇറാന്റെ പിന്നെ ഗൗതം ഇപ്പൊ എവിടെങ്കിലും വാർത്ത കേൾക്കുന്നുണ്ടോ ഇറാന്റെ ഒരു വിമാനം പുറകെ ചെന്ന് ഒരു അമേരിക്കൻ വിമാനത്തെ വെടിവെച്ചിട്ടുണ്ട്? അല്ല, ഇവിടെ ആക്രമണം നടത്തിയിട്ടുണ്ടാവും. ഇവിടെ ചിലവർ ചോദിച്ചോളൂ. പറയുന്നത് ഡൊണാൾഡ് ട്രംപിനെ കൊന്നുകളയും, നാളെ തന്നെ കൊല്ലുന്നൊക്കെയാണ്. ഡൊണാൾഡ് ട്രംപിനെ എന്തിനാ നാളത്തേക്ക് ആക്കുന്നത്? ഇപ്പോഴേ കൊന്നു കളഞ്ഞാൽ ഈ ആവശ്യമില്ലാത്ത ആൾക്കാർ മരിക്കില്ലല്ലോ. നാളെ നാളെ ചെയ്യാവുന്നത് ഇന്നും ചെയ്യാൻ വേണമെങ്കിൽ. നിങ്ങൾക്ക് ശേഷിയുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ചെയ്യണമെന്നാണ് അവർക്ക്, പിന്നെ ചെയ്യാൻ ശേഷിയുള്ളവർ ഇപ്പൊ തന്നെ ചെയ്യണമെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ അതൊന്നും നടക്കുന്ന കാര്യമല്ല, അതൊക്കെ ദിവാസ്വപ്നങ്ങളാണ്. അതുപോലെ തന്നെ ഈ എയർ സുപ്പീരിയോറിറ്റി കംപ്ലീറ്റ് അമേരിക്കയ്ക്കും ഇസ്രായേലിനുമാണ്. പക്ഷേ അതേസമയം നിർണായകമായ പല ആക്രമണങ്ങളും നടത്താൻ ഇറാന് കഴിയുന്നുണ്ട് എന്നത് അതും ഒരു വസ്തുതയാണ്. കാരണം ഇറാന്റെ ഡ്രോണുകളും മിസൈലുകളും ഇപ്പോഴും ഇറാന്റെ കൈവശം അത്യാവശ്യം ഉണ്ട്. അത് ഉപയോഗിച്ച് അവര് പലപ്പോഴും പല അറബ് രാജ്യങ്ങളെയും അതുപോലെ തന്നെ ഈ ഇസ്രായേലിനെയും അമേരിക്കയുടെ ചില കപ്പലുകൾക്ക് നേരെ, അത് കൂടുതലും അമേരിക്കയുടെ ടാങ്കറുകൾക്ക് നേരെയാണ് ഈ ആക്രമണം നടക്കുന്നത്. അതിൽ വലിയ കാര്യമില്ല, യുദ്ധക്കപ്പലുകൾ മുക്കിക്കളയണം. എങ്കിലും ഇപ്പോൾ ഒരു ഡിസ്ട്രോയറോ, അതായത് ഒരു ഡിസ്ട്രോയർ എന്ന് പറയുന്നത് ഒരു 500-300 ആൾക്കാരിൽ മുകളിലുള്ള നാവികരുള്ള ഒരു കപ്പലോ അല്ലെങ്കിൽ അതുപോലുള്ള ഒരു വലിയ സംവിധാനമോ ഇല്ലാതാക്കണം. ഇറാൻ ചില കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്, ഇല്ലെന്ന് നമ്മൾ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടല്ലോ. ഇറാൻ പിന്നെ അമേരിക്കയുടെ താഡ് സംവിധാനത്തെ ഇല്ലാതെ നശിപ്പിച്ചതൊക്കെ. അതൊക്കെ തീർച്ചയായിട്ടും ഇറാന്റെ ഒരു നേട്ടം തന്നെ ആയിട്ട് ഞാൻ കാണും. പക്ഷേ മൊത്തത്തിൽ ഈ യുദ്ധത്തിലെ ആർക്കാണ് മേൽക്കൈ എന്ന് ചോദിച്ചാൽ നിശ്ചയമായിട്ടും അമേരിക്കയ്ക്കും ഇസ്രായേലിനും തന്നെ എന്ന് പറയാൻ എനിക്ക് അതിനകത്ത് രണ്ടാമത് ചിന്തിക്കേണ്ട കാര്യമില്ല. കാരണം ഇറാന്റെ പിന്നെ ഖമനയെ വരെ വധിച്ചില്ലേ, ഇറാന്റെ പരമോന്നത നേതാവിനെ അവർ വധിച്ചില്ലേ. അപ്പൊ പിന്നെ ഇതിൽ കൂടുതൽ എന്താണ് ചെയ്യുന്നത്? പിന്നെ സ്വാഭാവികമായിട്ടും ഈ 2020 തൊട്ട് എത്ര ഇറാൻ നേതാക്കന്മാരെയാണ് വധിച്ചത്? എന്നിട്ട് ഇറാൻ എന്ത് ചെയ്തു? ഒന്നും ചെയ്തില്ല. അപ്പോ ഈ പറയുന്ന ഒരു വലിയ പിന്നെ എന്താണ് സിംഹമൊന്നും അല്ല, പക്ഷെ മോശമല്ലാത്ത ചില പ്രകടനങ്ങൾ ഇടയ്ക്കിടയ്ക്ക് നടത്തുന്നുണ്ട്. അത് ഇനിയും ഇറാൻ നടത്തിക്കൊണ്ടിരിക്കും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഇറാനെ അങ്ങനെ വെനിസ്വേലയെ പോലെ ഒരു ദുർബല രാഷ്ട്രമൊന്നും അല്ല ഇറാൻ. അവർക്ക് തീർച്ചയായിട്ടും ആയുധങ്ങളുണ്ട്, പോരാടി യുദ്ധം നടത്തിയ പാരമ്പര്യമുണ്ട്, യുദ്ധം നടത്തിയ പരിചയമുണ്ട്. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇത് അത്ര ഒരു എളുപ്പമായിട്ട് അമേരിക്കയ്ക്ക് വിജയം കിട്ടില്ല. പക്ഷേ മേൽക്കൈ അമേരിക്കയ്ക്ക് തന്നെയാണ്, ഇതിൽ സംശയമില്ല. ഇതാണ് എനിക്ക് ഇപ്പോൾ തോന്നുന്നത്. എന്തായാലും ഊഹാപോഹങ്ങൾ, ഇംഗ്ലീഷിൽ പറയും ഫ്ലൈയിങ് തിക്ക് ആൻഡ് ഫാസ്റ്റ് എന്നുള്ളൊരു പ്രയോഗമുണ്ട്. അതായത് ആകാശത്തൂടെ ഇങ്ങനെ വളരെ വേഗത്തിൽ ഈ ഊഹാപോഹത്തിന് മുട്ടാൻ നമുക്ക് നടക്കാൻ പറ്റാത്ത ഒരു സ്ഥിതിയാണ് ഇപ്പോഴുള്ളത്. കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് ഇത്തരം വിഷയങ്ങളിലെ സത്യം എന്താണ് എന്നുള്ള ചർച്ചകൾക്ക് പ്രസക്തിയുണ്ട്. അത്തരം ചർച്ചകളുമായിട്ട് നമുക്ക് വരും ദിവസങ്ങളിലും പ്രേക്ഷകരുടെ മുന്നിലെത്താം.